അല്ലാണ്ട് എനിക്ക് വലിയ ഒരു ഫീച്ചേഴ്സൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു MX1 കാര്യത്തിൽ അങ്ങനെയും പറയേണ്ട കാര്യമില്ല. കാരണം റിയർ AC പോലുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് കവേർഡാം. നമസ്കാരം, ഇത് മഹീന്ദ്രയുടെ 3XO ആണ്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഞ്ച്. അപ്പോൾ ശരിക്കും ഈ 3XOയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ചെറു കാറ് വാങ്ങുന്ന വിലയ്ക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു നിസാൻ മാഗ്നറ്റോ അല്ലെങ്കിൽ ഒരു കൈഗറോ അതല്ലെങ്കിൽ ഒരു വലിയ ഒരു സ്വിഫ്റ്റിൻ്റെ ആ ഒരു വിലയ്ക്ക് നമുക്കൊരു ടർബോ പെട്രോൾ മോഡൽ മേടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു 3XOയുടെ ഈ ഒരു പർട്ടിക്കുലർ 3XOയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ 7,49,000 എക്സ്ഷോറൂം പ്രൈസിലാണ് മഹീന്ദ്രയുടെ ഈ ഒരു വേരിയൻറ്റ് വന്നിട്ടുള്ളത്. XUV 300 എന്ന് പറയുന്ന വണ്ടി 3XO ആയപ്പോൾ അവർ MX1 എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഈ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കൊടുത്തു. ഇത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, അതായത് ഒരിത്തിരി കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മുടെ ചാനൽ അങ്ങനെ കാണാത്തത്. എന്ന് വെച്ചാൽ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആ ഒരു 3XOയുടെ വീഡിയോസ് ഒരുപാട് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഫ്ലഡായി കിടക്കണം. അപ്പോൾ അതിൻ്റെ കൂടുതലേക്ക് ഒരു വീഡിയോ കൂടി കൊണ്ടുവരുമ്പോൾ ഏറ്റവും ബേസ് മോഡലായിട്ട് ഏറ്റവും വാല്യൂ ഫോർ മണി എന്നുള്ള ആ ഒരു വേരിയൻറ്റ് തന്നെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 3XOയുടെ MX1 എന്ന് പറഞ്ഞ വേരിയൻറ്റ് വേണ്ടി വന്നത്. വണ്ടി പ്രാന്തിൻ്റെ പുതിയ വീഡിയോ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെയും പറയാം. എന്തൊക്കെ വണ്ടിക്കകത്ത് ഉണ്ടെന്ന് പറയാം, എന്താണ് വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയാം, എന്തുകൊണ്ട് ഈ വണ്ടി വാങ്ങാമെന്ന് പറയാം. വരൂ. മഹീന്ദ്ര XUV 300 തീർത്തും 3 എഞ്ചിൻ ഓപ്ഷനാണുള്ളത്. 1.2 M സ്റ്റാലിയൻ, 1.2 ടർബോ പെട്രോൾ, കൂടാതെ ആ ഒരു ഡീസൽ. അപ്പോൾ GDAയുടെ കാര്യം, അതായത് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ഒരു M സ്റ്റാലിൻ്റെ കാര്യം മുഴുവനായിട്ട് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് കൂടി മാറ്റി വെക്കണം. നമുക്ക് ആ ഒരു പുതിയ ആ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. പറയുമ്പോൾ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലും ഇല്ല കേട്ടോ. ആ ഒരു ടോപ്പിൻ്റെ താഴെയുള്ള മോഡൽ മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സംസാരിക്കേണ്ടത് ഈ ഒരു ടർബോ പെട്രോളിനെ കുറിച്ചാണ്. അപ്പോൾ GDA എന്ന് പറയുന്നത് ശരിക്കും ടർബോ പെട്രോൾ അല്ലെങ്കിൽ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് GDA എന്ന മോഡൽ എന്ന് പറയുന്നത് ടർബോ സ്പോർട്ട് എന്ന് പറയുന്ന മോഡലുമായിട്ട് ശരിക്കും XUV 300 കുറച്ച് കാലം മുന്നേ വന്നത് 2022 3XO ആയപ്പോൾ അവർ ആ ഒരു എഞ്ചിൻ ഇതിന് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു ടോർക്ക് കൺവേർട്ടർ കൂടി കൊടുത്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ടോപ്പിൻ്റെ മോഡലിൻ്റെ പ്രത്യേകത. ഡീസലിനും അല്ലെങ്കിൽ സാധാ പെട്രോളിനൊക്കെ AMT ആണ്, ഇത് മാനുവലാണ്, 6 സ്പീഡ് മാനുവലാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ 7,49,000 എക്സ്ഷോറൂം പ്രൈസ്, ഓക്കെ, ഒരു 890 വരെയൊക്കെ നമുക്കിങ്ങനെ ഒരു ഓൺ റോഡ് പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രസ വാങ്ങണമെങ്കിൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷം താഴെയാണ്, 9 സംതിങ് ഒക്കെയാണ്. അതുപോലെ സോണറ്റ് പോലുള്ള വണ്ടികളുണ്ട്. പക്ഷേ ആ ഒരു വണ്ടികളിലേക്ക് എണ്ണയാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് മോഡലാണ് ആ ഒരു പൈസയ്ക്ക് കിട്ടുക. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ബേസ് മോഡൽ തന്നെ ടർബോ പെട്രോൾ ആണെന്നുള്ളത് 111 bhp പവർ ഉണ്ടെന്നുള്ളതും ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ GDA എടുക്കുന്നതാണ് കുറച്ചുകൂടിയും ഒരു ഫൺ ഫാക്ടറൊക്കെ, കാരണം അതിനകത്ത് ഓവർ ബൂസ്റ്റ് പോലുള്ള കാര്യങ്ങൾ 250 NM വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഓടിക്കാനാണ് ഫൺ ഫാക്ടറിന് കുറവൊന്നുമില്ല. ഇപ്പോൾ GDAയും ഈ ഒരു സാധാ ടർബോ പെട്രോൾ നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് MPFയും ആ ഒരു വണ്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. നിങ്ങൾക്കറിയാലോ, പോർട്ട് ഇഞ്ചക്ഷനാണ് ഈ ഒരു MPFI, മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് MPFI എന്ന് പറയുന്നത്. മറ്റത് GDA എന്ന് പറയുന്നത് ശരിക്കും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണും. എന്നാലും ഈ വണ്ടി എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നത്, ഡീലാണ്, ഒരു മെഗാ ഡീലാണ് എന്നുള്ളതാണ്. MX മുതൽ AXL വരെ ആ ഒരു വേരിയൻറ്റിലാണുള്ളത്. അപ്പോൾ MX എന്ന് പറയുന്ന വേരിയൻ്റാണ് ഈ ഒരു വണ്ടി, MX1 എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഇതിനാണ് 7,49,000 എക്സ്ഷോറൂം പ്രൈസ്. AXL എന്ന് പറയുന്ന ടോപ്പിൻ്റെ മോഡലിന് ഏറെക്കുറെ 15,49,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്, ഏറെക്കുറെ. അപ്പോൾ ഈ വണ്ടിക്ക് സ്റ്റീൽ വീലാണ്, കൂടാതെ എന്താ പറയുക, ആ ഒരു ഫാൻസി ആയിട്ടുള്ള കാര്യമൊന്നും തന്നെ കാണില്ല, സൺ റൂഫില്ല, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു ഡ്രൈവർ പെർസ്പെക്റ്റീവിൽ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് ആണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് SUV എന്ന നിലയ്ക്ക് ഈ ഒരു 3XOയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ മുൻവശത്ത് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തന്നെയാണ്, ഫോഗ് ലാമ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ മഹീന്ദ്ര തനതായിട്ടുള്ള ഗ്രില്ലൊക്കെ തന്നെ കാണാം. എനിക്ക് 3XOയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടറായിട്ട് തോന്നിയത് ഒരിത്തിരി പോളറൈസിങ് ആണ് ഇതിൻ്റെ ഡിസൈനിങ് എന്നുള്ളതാണ്. ഒരിത്തിരി ഓവർഡൺ ആണ്, ഒരിത്തിരി കൂടുതൽ എലമെൻറ്റുകളുണ്ട്. ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ്, അത് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഇതിൻ്റെ ഒരു രൂപത്തിൻ്റെ കാര്യം പറയാനുള്ളത്. ഇപ്പോൾ എഡാം ആണെങ്കിലും മെമ്പർ ആണെങ്കിലും ബ്ലാക്ക് ഇൻസൈഡിലാണെങ്കിലും എല്ലാം കൂടി ചേരുമ്പോൾ ഈ ബേസ് മോഡലിൽ ഇത്തിരി കൂടി ഒരു ലെസ് പോളറൈസിംഗ് എന്ന് പറയാം. അതായത് ടോപ്പിൻ്റെ മോഡലിൽ അത്ര ആ ഒരു ബെൽസ് ആൻഡ് വിസിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരിത്തിരി കൂടി ലാളിത്യമുണ്ട് ഈ ഒരു ബേസ് മോഡലിൽ എന്നുള്ളതാണ്. നോക്കിയേ, ഈ ഗ്രില്ലിൻ്റെ ഒരു ക്രോം എലമെൻറ്റും ആ ഒരു ഹെഡ്ലൈറ്റും അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റൊക്കെ നോക്കി. ഇപ്പോൾ 300 3XO ആയപ്പോൾ മാറ്റങ്ങളില്ലാത്തത് ആ ഒരു വശങ്ങളിലാണെന്ന് തന്നെ പറയാം. ഈ ഒരു 16 ഇഞ്ച് വീല് സ്റ്റീൽ വീലാണെങ്കിലും 205 65 16 അപ്പോൾ അത്യാവശ്യം വലിയ സൈസൊക്കെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ക്ലാഡിങ് എല്ലാം വണ്ടിക്കുണ്ട്, അതിനും വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാ വേരിയൻറ്റും ഉണ്ട്. ഇപ്പോൾ പിന്നിലും ഡിസ്ക് ബ്രേക്കാണെന്നുള്ളതും ഈ ഒരു വണ്ടിയുടെ വലിയ പോയിൻ്റാണ്. കാരണം ഞാൻ പറഞ്ഞ ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണ് പറയുന്നത്. 4 വീലിലും ഡിസ്ക് ബ്രേക്കുള്ള വണ്ടി കൂടിയാണ് ഈ ഒരു 3XO എന്നുള്ളതാണ്. പിന്നിലാണ് തീർത്തും വലിയ മാറ്റം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കണക്റ്റഡ് LED ടോപ്പ് ഉണ്ട്, ഇതിന് LED ഒന്നുമില്ല, അവിടെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ ഇതൊക്കെ തന്നെയും DRL അല്ലെങ്കിൽ ആ മുന്നിലെ DRLകൾ ഇതൊക്കെ തന്നെയും
XUV 3XO ആയപ്പോൾ XUV 3W 3XO ആയപ്പോൾ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാം. റിയർ വൈപ്പർ ഡിഫോർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആൻറ്റനയുടെ അവിടെയും ഒരു ഡെമ്മിയാണ് കണ്ടത്. പക്ഷേ തത്വത്തിൽ ഈ ഒരു ബമ്പറിലൊന്നും ഒരു മാറ്റമൊന്നും കാണാനില്ല. ബമ്പറിൻ്റെ ഒരു ഡിസൈനുകളാണെങ്കിലും ആ എലമെൻറ്റുകളാണെങ്കിലും റിഫ്ലക്ടർ ആണെങ്കിലും ഒക്കെ തന്നെയും കാണുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങളില്ല, അതിന് വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും ഇല്ല എന്നുള്ളതാണ്. ബൂട്ടിലെ സൈസ് കൂടിയിട്ടുണ്ടോ? പക്ഷേ കൂടിയിട്ടില്ല. അതായത് സ്പെയർ വീലിൻ്റേതായിട്ടുള്ള ഒത്തിരി ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3XO 3W എന്ന് വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ ബൂട്ടിൻ്റെ സൈസിനില്ല. സ്റ്റിൽ എനിക്ക് തോന്നുന്നു കോമ്പാക്ട് SUVകളിൽ വലിയ സൈസില്ലാത്ത ഒരു ബൂട്ടാണ് ഈ ഒരു 3XOയുടെ. 60-40 സ്പ്ലിറ്റ് എന്നുള്ളത് ഗുണമായിട്ട് കാണാം. അത് ബേസ് മോഡലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഈസി ടു ഫോൾഡാണ്. കൂടാതെ ഒരു ഹുക്കെല്ലാം കൊടുത്തിട്ടുണ്ട് 5 കിലോയുടെ. അതും ഒരു നല്ല കാര്യമാണ്. തീർത്തും ലൈറ്റ് കളറാണ് 3XOയുടെ ഇൻറ്റീരിയർ. വൈറ്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു MX1 എന്ന് പറഞ്ഞ വേരിയൻറ്റിന് സ്ക്രീനില്ല. ഇവിടെ ഒരു പീസാണ്, അതായത് ഒരു പ്ലാസ്റ്റിക് പീസ്. ആ പീസ് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഒരു വലിയ സ്ക്രീനോ ആൻഡ്രോയിഡ് യൂണിറ്റൊക്കെ വയ്ക്കാം. പക്ഷേ എനിക്കിത് ആ ഒരു സംഗതി ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റീരിയോ ഇല്ല എന്നുള്ളതല്ല, ഈ ഒരു പാഡിൻ്റെ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ സ്റ്റീരിയോ ഇല്ല ഈ മോഡലിനകത്ത് കേട്ടോ. കൂടാതെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ, അല്ലെങ്കിൽ ഈ ഒരു ഫാനിൻ്റെ സ്വിച്ച്, AC സ്വിച്ചൊക്കെ തന്നെയും ശരിക്കും ഓട്ടോ ACയുടെ ആ ഒരു സിസ്റ്റം വെച്ചേക്കാണ്. പക്ഷേ ഓട്ടോ AC അല്ല, ഇത് നോർമൽ AC ആണ്. ഇപ്പോൾ ഇവിടെ ആ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ സെറ്റുള്ള ആ ഒരു ബട്ടൺസ് കാണാം. ഇവിടെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കാര്യം മോഡുകളാണ്. അപ്പോൾ ശരിക്കും ചാവി ഒന്ന് ഓൺ ചെയ്താലേ ഈ ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കംഫർട്ട്, നോർമൽ, സ്പോർട്സ് എന്നുള്ള ആ ഒരു മോഡലിലേക്ക് ഇതിൻ്റെ ആ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ് മാറുന്നത്. ഇപ്പോൾ സിപ്സ് അപ്പ് സൂം എന്നുള്ളതാണ് ആ ഒരു ടോപ്പിൻ്റെതെങ്കിൽ ഇവിടെ പഴയ 3W പോലെ സ്റ്റിയറിങ്ങിൻ്റെ സെറ്റിങ്സാണ് മാറുന്നത്. ഇത് ടോപ്പിൻ്റെ മോഡൽ നമ്മൾ ഇല്ലെന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസ് മോഡൽ ഇതുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ സെറ്റിങ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഈ സ്വിച്ചുകൾക്കും അല്ലെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ പഴയ 3W ആയിട്ട് കാര്യമായിട്ട് വ്യത്യാസമില്ല. ചെറിയ ആ ഒരു 4Wയുടെ ആ ഒരു കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിൻ്റെ മോഡലിൽ. പക്ഷേ ഈ ഒരു മോഡലിനകത്ത് ഒന്നുമില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. തീർത്തും ലളിതം, സുന്ദരം. ഇനി താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അത് കണ്ട ആ ഒരു എന്താ പറയുക വയർലെസ് പാഡ് പോലെ തോന്നുമെങ്കിലും ഇതങ്ങനെയല്ല. ഇത് മഹീന്ദ്ര ലോഗോ ഉള്ള ഒരു ചെറിയ ഒരു പാഡ് മാത്രമാണ്. ഇവിടെ ആ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് കാണാം. 6 സ്പീഡ് ഗിയർ ബോക്സ്, അതും അതിൻ്റെ ഹൈലൈറ്റ് ആണ്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആംറസ്റ്റ് ഉണ്ട് കണ്ടോ, ആംറസ്റ്റ്. ഈ ഒരു ആംറസ്റ്റും ഈ ഒരു വണ്ടിയുടെ ഒരു പോസിറ്റീവായിട്ട് പറയാം. ഇനി ഇവിടെ സൺവൈസറിലൊന്നും ആ ഒരു മിററും കാര്യങ്ങളൊന്നും തന്നെ കാണില്ല. ഇവിടെ ഈ ഒരു പാസഞ്ചർ സൈഡിലാണെങ്കിൽ ആ ഒരു മിററില്ല, ഒന്നുമില്ല. അതും ഒരു കുറവാണ്. പക്ഷേ അതൊക്കെ ബേസ് മോഡലിൻ്റെ കാര്യമായിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ ആംറസ്റ്റ്. അത്യാവശ്യം ഡീപ്പായ ആംറസ്റ്റാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ ആ ഒരു പാഡ് ഉണ്ട്. ഇതാണ് ആ ഒരു 6 സ്പീഡ് ഗിയർ ലിവർ. ഇതാണ് അതിൻ്റെ ആ ഒരു സ്വിച്ചുകൾ കണ്ടോ. മാനുവൽ ഡിമ്മിങ്ങുള്ള ഒരു മിറർ കൊടുക്കുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ്. പാസഞ്ചർ സൈഡിൽ ഒന്നും തന്നെ ഇല്ല, വെറും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു സൺവൈസറാണ്. ഡ്രൈവർ സൈഡിലും വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സ്വിച്ചാണ് ആ ഒരു സ്റ്റിയറിംഗിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാറ്റാം. ടെമ്പറേച്ചർ മാറ്റുമ്പോൾ ആ ഒരു ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ശരിക്കും കൗതുകമുള്ള കാര്യമായിട്ട് കാണാം. ഈ സ്റ്റിയറിംഗ് ലെതർ റാപ്പഡ് അല്ല, മാത്രമല്ല മീറ്റർ ക്ലസ്റ്ററിൽ MID ഉണ്ട്. ആ ഒരു മോഡ് മാറ്റുമ്പോൾ അത് കണ്ടില്ലേ, കംഫർട്ട്, നോർമൽ, സ്പോർട്ട് എന്നാണ്. ഡോർ ഓപ്പണിംഗ് ഒക്കെ XUVയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. ടാക്കോമീറ്ററും അല്ലെങ്കിൽ ആ ഒരു സ്പീഡോമീറ്ററും കാണാം. ഇതൊക്കെ തന്നെയും എനിക്ക് തോന്നുന്നു 3W വന്ന് കടം കൊണ്ടുള്ള കാര്യങ്ങളാണ്. സ്വിച്ചൊക്കെ ശരി നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു ബേസ് മോഡലിന്. ഇനി ഇവിടെ ആ ഒരു ESPയുടെ അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് കാണാം. ഇതാണ് ആ ഒരു ഹെഡ്ലൈറ്റ് ലെവലർ. AC വെന്നൊക്കെ സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പവർ വിൻഡോ സ്വിച്ചുകൾ, അതുപോലെ ഈ ഒരു സെൻട്രൽ കൺസോളിലെ സ്വിച്ചുകൾ, പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഗിയർ ലിവറിൻ്റെ ഈ ഒരു മുട്ട്, ഇതൊക്കെ തന്നെയും പ്രീമിയം ക്വാളിറ്റിയാണ്. ഞാൻ പറയുന്നത് ബേസ് മോഡലിൽ നമ്മൾ പല വണ്ടികളിലും കാണാത്ത പല കാര്യങ്ങളും 3XOയിലുണ്ട്. ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ലിവറിൻ്റെ ഈ ഒരു അലുമിനിയം നോബ്, എനിക്ക് ഗിയർ ലിവറും അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുമായി AC വെൻ്റെ സിൽവർ ഇൻസേർട്ടുകളും ഈ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഇരുവശത്തുള്ള സ്റ്റാക്കുകളുടെ ക്വാളിറ്റിയും മീറ്റർ ക്ലസ്റ്ററിൽ ടാക്കോമീറ്ററുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും ബേസ് മോഡൽ എന്ന നിലയ്ക്ക് മഹീന്ദ്ര ചെയ്തിട്ടുള്ള വലിയ കാര്യമാണെന്ന് തന്നെ തോന്നി. ഇനി വലിയ ഡോർ പോക്കറ്റുകളുണ്ട്. ഇവിടെ ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല വലുതാണ്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ തന്നെയും പ്രീമിയമാണ്. അപ്പോൾ നമ്മൾ ബേസ് മോഡൽ വണ്ടികൾ കാണുന്ന കാര്യങ്ങൾ എന്താ, എല്ലാം ചീപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കും. പക്ഷേ ആ ഒരു കാര്യം മഹീന്ദ്ര ചെയ്തിട്ടില്ല. ഇതിനകത്ത് ആവശ്യത്തിനുള്ള എലമെൻറ്റുകളൊക്കെ തന്നെയും അങ്ങനെ തന്നെ അവർ കീപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ആ ഒരു ഡോർ ഹാൻഡിൽ പക്ഷേ സാധാ പ്ലാസ്റ്റിക് കേട്ടോ, അത് ക്രോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇവിടെ ഒരു C പോർട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു C ആണ് ചാർജിങ് സോക്കറ്റ് എന്നുള്ളതാണ്. ഇത് വയർലെസ് പാഡ് ആണോ? എനിക്ക് സംശയമുണ്ട്. ലെറ്റ് മീ സി. അല്ല, വയർലെസ് ചാർജിങ് അല്ല. 3XOയിൽ ശരിക്കും 6 എയർ ബാഗുകളുടെ സുരക്ഷയുണ്ട്. മാത്രമല്ല ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് നടുവിലാണ് കൊടുക്കുന്നത്. സീറ്റിന് സപ്പോർട്ട് കൊള്ളാം, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, അത്യാവശ്യം നന്നായി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു റിക്ലൈൻ ആംഗിൾ കൊള്ളാം. ഒരു ഇത്തിരി ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ കുറവ് നമുക്ക് തോന്നുമെങ്കിലും അത് ഈ ഒരു കൈൻഡ് ഓഫ് വണ്ടികളിലെ സാധാരണ കാര്യമാണ്. നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം. അപ്പോൾ ഈ സീറ്റൊക്കെ തന്നെ പിന്നിലാട്ടോ. കൂടാതെ AC വെൻറ്റും USB പോർട്ടും ആ ഒരു താഴെ കാണുന്ന 12 വോൾട്ട് സോക്കറ്റൊക്കെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയായിട്ട് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് 7,49,000, അതായത് 7,49,000 ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഈ ഒരു എക്സ്ഷോറൂം പ്രൈസിന് കിട്ടുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഇത് ഫീച്ചേഴ്സ് ലോഡഡാണ്. ഫോർ എക്സാമ്പിൾ, റിയർ ഡിസ്ക് ബ്രേക്ക്, 6 സ്പീഡ് ഗിയർ ബോക്സ്, റിയർ AC വെൻറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്, ആ ഒരു ബെൽറ്റ്, കൂടാതെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഓട്ടോ ഡിമിങ് അല്ലെങ്കിൽ മാനുവൽ ഡിമിങ്ങുള്ള മിറർ, ഇവിടെ 60-40 സ്പീഡിലുള്ള സീറ്റ്, ആ ഒരു സീറ്റിൻ്റെ നല്ല ഫാബ്രിക്,
ഫിക്സ്ഡ് അല്ലാത്ത ഈ ഒരു റിമൂവ് ചെയ്യുന്ന ഹെഡ് റെസ്റ്റ് ഇതൊക്കെ തന്നെയും ചീപ്പായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ബേസ് മോഡലിൽ ആളുകൾ ചീപ്പാക്കാൻ ശ്രമിക്കാറുള്ളതാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അങ്ങനെയുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയെന്നുള്ളതാണ്. എന്തായാലും 3XO എനിക്ക് തോന്നുന്നു ആ ഒരു വർത്താണ്. എനിക്ക് ആ ഒരു ടോപ്പ് എൻഡ് മോഡലിന് എപ്പോഴും ഒരു ഓവർ പ്രൈസ് ആയിട്ട് തോന്നിയിരുന്നു. അതായത് കുറച്ച് പൈസ കൂടുതലാണ്, വലിയ ഓവർ പ്രൈസ് നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ച് ആ ഒരു വില കൂടുതലായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഈ ഒരു 749 ഷോറൂം എന്ന് പറയുന്നത് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീലാണെന്നും കൂടി പറയണം. മഹീന്ദ്ര 3XO MX-1 ഓടിക്കുകയാണ്. ശരിക്കും ടർബോ സ്പോർട്ട് ആ ഒരു വേരിയൻറ്റ് ഞാൻ എടുത്ത് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു, വണ്ടി കൊള്ളാലോ എന്നുള്ളത്. അപ്പോൾ അത് GDI ആണ് ടോപ്പനാണ്. ആ ഒരു കാര്യം നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. ഈ ടർബോ പെട്രോൾ എന്ന് പറയുന്നത് 111 HP-യും ഏകദേശം 200 Nm ടോർക്ക് വേണം. അപ്പോൾ എനിക്കിത് നല്ല രസമായിട്ട് തോന്നി. ക്ലച്ചൊന്നും വലിയ ആ ഒരു എഫേർട്ടൊന്നുമില്ല ചവിട്ടാനായിട്ട്, ഓടിക്കാനായിട്ട് അത്യാവശ്യം രസമുണ്ട് എന്നുള്ളതാണ്. 3XO എന്നുള്ള ആ ഒരു പേര് ഞാൻ കേട്ടപ്പോൾ ഓക്കെ അതൊരു മാർക്കറ്റിംഗ് എക്സസൈസ് ആണല്ലോ. എനിക്ക് തോന്നി ആ ഒരു 300 എന്നുള്ള പേര് മാറ്റി 3XO ആക്കി കുറച്ചധികം എലമെൻറ്റുകൾ അവിടെ വേണ്ടി വെച്ചൊരു വണ്ടി ഇറക്കി തോന്നി. പക്ഷേ അവർ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു GDI മോഡലിന് 6 സ്പീഡ് ടോർക്കാനായിട്ട് കൊണ്ടുവന്നുള്ളതാണ്. അപ്പോൾ ഡീസലിനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മോഡലാണെങ്കിൽ AMT ആണ് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ആയിട്ടുള്ളത്. എനിക്ക് AMTയോട് വലിയ താല്പര്യമില്ല. ഇതിൻ്റെ ആ ഒരു ടർബോ പെട്രോളിൻ്റെ ആ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ 111 ആ ഒരു HP-യോളം പവറുള്ള ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് മാനുവലാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ടർബോ സ്പോർട്ട് ഓടിച്ചപ്പോൾ പറഞ്ഞിരുന്നു വണ്ടി ഓടിക്കാൻ നല്ല ഫണ്ണാണ്, കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോകുമെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം 3XOയ്ക്കും ഉണ്ട്. ശരിക്കും 3XOയുടെ ഈ ഒരു 7.49 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുള്ള ഈ വണ്ടി ഉണ്ടല്ലോ, MX-1 എന്നുള്ള മോഡലുണ്ടല്ലോ, ഇത് ശരിക്കും വാല്യൂ ഫോർ മണി തന്നെ കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നിങ്ങളൊരു വാഗണാർ വാങ്ങാൻ പോകുന്നു, ഓക്കെ വാഗണാറിൻ്റെ ആ ഒരു വില വേണമെങ്കിൽ കൂട്ടാം. അതല്ലെങ്കിൽ ഒരു കൈഗർ നോക്കുന്നു, ഓക്കെ കൈഗറിൻ്റെ വില കൂട്ടാം. കാര്യം ടർബോ ഒക്കെ നോക്കിക്കോ, ടർബോ ഒന്നും കുഴപ്പമില്ല, ടർബോ തന്നെ പറയാം നമുക്ക്. ടർബോയ്ക്ക് എനിക്ക് തോന്നുന്നു 11 ലക്ഷം രൂപയോളമാണ് എൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്. അതുപോലെ നിസാൻ മാഗ്നൈറ്റ് ടർബോ, ഈ നിസാൻ മാഗ്നൈറ്റോ അല്ലെങ്കിൽ കൈഗറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളോ നോക്കുമ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നല്ല ഫണ്ണാണ് ഓടിക്കാൻ. കാല് കൊടുത്താണല്ലോ പറന്ന് കയറി പോകുന്ന ഫീലുണ്ട്, ഒരു വലിയ വണ്ടിയുടെ ആ ഒരു സുഖമുണ്ട് ഓടിക്കാനായിട്ട്. കൂടാതെ ഈ ഒരു 6 സ്പീഡ് സ്ലിക്കാണ്, നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, അതായത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കുറേ അധികം ഗുണങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഒരു നിസാൻ മാഗ്നൈറ്റോ അല്ലെങ്കിൽ ഒരു റെനോ കൈഗറോ ഒന്നും ഈ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിനോട് മാച്ച് ചെയ്യുന്ന ആ ഒരു കാര്യമല്ല. അത് പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലിരിക്കുന്ന ഒരു കാര്യങ്ങളാണെങ്കിലും 16 ഇഞ്ച് വീലിൽ കൊടുക്കുന്ന പ്ലസ് റൈഡാണെങ്കിലും. സ്റ്റിയറിങ്ങിന് 3 മോഡുകളുണ്ട് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു മോഡെന്ന് പറയുന്നത് നോർമലും കംഫർട്ടും നല്ല സ്പോർട്ടിലാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ വെച്ച് ഓടിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ആ ഒരു ടർബോ സ്പോർട്ടിൽ തോന്നിയ അതേ ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സെറ്റിംഗ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട സെറ്റിംഗ്സ് സ്പോർട്ടാണ്. ഈ സ്പോർട്ട് സെറ്റിംഗ്സ് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇപ്പോൾ മക്ഫേഴ്സൺ നെറ്റാണ് ഫ്രണ്ടിൽ സസ്പെൻഷൻ. ആ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കിട്ടും എന്നുള്ളത് നോക്കാം. വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 4 വീല് ഡിസ്ക് ബ്രേക്ക്, ഓക്കെ ചെക്ക്. അതുപോലെ ഈ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ചെക്ക്, ടർബോ പെട്രോൾ ചെക്ക്, 200 Nm ടോർക്ക് ചെക്ക്, 111 HP ചെക്ക്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടി വാങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനാണ്. എനിക്ക് വേണ്ടത് ഒരു നല്ല എൻജിൻ ഗിയർ ബോക്സ് ആണ്, അല്ലാണ്ട് എനിക്ക് വലിയ ഒരു ഫീച്ചേഴ്സൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു MX-1 കാര്യത്തിൽ അങ്ങനെയും പറയേണ്ട കാര്യമില്ല. കാരണം റിയർ AC പോലുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് കവേർഡാം. ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റിയർ AC ഉണ്ട്, 4 വീല് ഡിസ്ക് ബ്രേക്ക് ഫീച്ചേഴ്സ് ഞാൻ പറയുന്നില്ല, സേഫ്റ്റി വേണ്ട കാര്യങ്ങളൊക്കെ പോട്ടെ. അതുപോലെ ഈ ഒരു ACയുടെ കൺട്രോൾസ് നല്ലതാണ്, AC യൂസ് ചെയ്യാൻ കൊള്ളാം. സ്റ്റിയറിംഗിന് സെറ്റിംഗ്സ് മോഡുകളുണ്ട്. മിറർ എന്ന് പറയുന്നത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഫോൾഡിംഗ് ഇല്ല എന്നേ ഉള്ളൂ. അതൊക്കെ തന്നെയും ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഫീച്ചേഴ്സായിട്ട് കാണാം. പിന്നെ ഈ ഒരു സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, പക്ഷേ സീറ്റ് ഇരിക്കുന്ന പൊസിഷൻ നല്ലതാണ്. നമ്മൾ ബോണറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ. ക്ലച്ച് നല്ല റീച്ചബിൾ ആണ്, നല്ല രസമുണ്ട് ചവിട്ടാനായിട്ട്. ലൈറ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. ആ ഒരു ലൈറ്റ് ക്ലച്ചിൻ്റെ ഫീൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊക്കെ കവേർഡാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നിങ്ങളൊരു വണ്ടി നോക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് വണ്ടിയാണ് വേണ്ടത്. ബേസിക് വണ്ടിയിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒരു ബേസിക് വണ്ടി വേണം, എന്നാൽ എഞ്ചിന് പവറും ടോർക്കും ഒക്കെയാണ് മെയിനെങ്കിൽ ഈ ഒരു വണ്ടി ഒരു നല്ല ഓപ്ഷനാണ്. അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം എന്നുള്ള. ഇപ്പോൾ 300 3XO ആയപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു ടോപ്പിൻ്റെ മോഡലിനേക്കാളും കുറച്ച് കാര്യം എന്ന് പറയുന്നത് ബേസ് മോഡലുകൾ നല്ല വാല്യൂ ആണല്ലോ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. മൈലേജോ ടർബോ പെട്രോൾ അല്ലേ, എനിക്കിപ്പോൾ കാണിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 9 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് സിറ്റി യൂസിനും ഒരു 15 കിലോമീറ്റർ ഹൈവേയിൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷേ ഇതുപോലുള്ള വണ്ടി നമ്മളങ്ങനെ മൈലേജിന് വേണ്ടി ഓടിക്കുക സംശയമാണ്. ചുമ്മാ കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോകുന്നൊരു ഫീലുള്ള വണ്ടി ആരെങ്കിലും മൈലേജിന് വേണ്ടി ഓടിക്കുമോ എനിക്കറിയില്ല. അപ്പോൾ എൻജിൻ ഗിയർ ബോക്സ് വേണം, ഡ്രൈവിംഗ് ഫണ്ട് വേണം. മഹീന്ദ്ര എന്ന് പറയുന്ന 3XOയുടെ ആ ഒരു പോളറൈസിങ് ഡിസൈനൊന്നും വലിയ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഫോം ഒരു പ്രശ്നമേ അല്ല, ഫങ്ഷനാണ് മെയിൻ എന്നാണെങ്കിൽ ഇതൊരു നല്ല ചോയ്സാണ്. അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം എന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. ഒന്ന് മാച്ച് ചെയ്തു, ഗിയർ ഡൗൺ ചെയ്തു. നന്ദി, നമസ്കാരം.